കടൽ തീരത്ത് അടിഞ്ഞുകൂടിയ തിമിംഗലത്തിന്റെ ശവശരീരം പൊട്ടിത്തെറിച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വാർത്തകളിൽ കേട്ടിട്ടുണ്ടോ? ചത്ത തിമിംഗലത്തിന്റെ ശരീരം ഒരു ബോംബാണ്. എങ്ങനെയാണ് തിമിംഗലത്തിന്റെ ശരീരം പൊട്ടിത്തെറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തിമിംഗലങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസം സാധാരണയായി സ്ഫോടനാത്മക തിമിംഗലം സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്നു. സാധാരണയായി ഒരു തിമിംഗല ശവശരീരം വിഘടനം മൂലം വാതകങ്ങളുടെ ശേഖരണത്തിന് വിധേയമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു തിമിംഗലം മരിക്കുമ്പോൾ അതിന്റെ ശരീരം അഴുകാൻ തുടങ്ങുന്നു. തിമിംഗലത്തിന്റെ ശരീരത്തിലെ ബാക്ടീരിയകൾ കോശങ്ങളെ തകർക്കുകയും മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ വാതകങ്ങൾ തിമിംഗലത്തിന്റെ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും അത് വീർക്കുകയും ചെയ്യും. തിമിംഗലങ്ങളിൽ ബ്ലബ്ബർ എന്നറിയപ്പെടുന്ന ശരീരത്തിലെ കൊഴുപ്പ് വലിയ അളവിലുണ്ട്. ഇത് വിഘടിപ്പിക്കുമ്പോൾ വിഘടിക്കുകയും ശരീര അറകളിലേക്ക് അധിക വാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. ചൂടുള്ള ഊഷ്മാവ് ദ്രവീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. ഇത് തിമിംഗലത്തിന്റെ ശരീരത്തിനുള്ളിൽ വാതകങ്ങളുടെ വേഗത്തിലുള്ള ശേഖരണത്തിലേക്ക് നയിക്കുന്നു. ജലസമ്മർദ്ദത്തിലെ മാറ്റങ്ങൾ ഒരു തിമിംഗല ശവശരീരത്തിനുള്ളിലെ വിഘടിപ്പിക്കലിന്റെയും വാതക ശേഖരണത്തിന്റെയും നിരക്കിനെ ബാധിക്കുന്നു. മറ്റ് കടൽ മൃഗങ്ങൾ ആക്രമിക്കുന്നത് വഴിയോ തിമിംഗലത്തിന്റെ ശരീരത്തിലെ കുത്തുകൾ അല്ലെങ്കിൽ മുറിവുകൾ വഴിയോ അല്ലെങ്കിൽ ശവം നീക്കാനോ വലിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ പോലുള്ള ബാഹ്യ ഘടകങ്ങൾ മൂലമോ പെട്ടെന്ന് കുടുങ്ങിയ വാതകങ്ങൾ പുറത്തുവിടുകയും തിമിംഗലം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഒരു തിമിംഗല ശവശരീരം പൊട്ടിത്തെറിച്ചാൽ ശരീരഭാഗങ്ങളും ആന്തരികാവയവങ്ങളും ബലമായി പുറന്തള്ളപ്പെടുന്നു. തിമിംഗലങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പലവിധ അപകടങ്ങളും പലവിധ അസുഖങ്ങളും ഉണ്ടാകാൻ കാരണമായേക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.